ഒക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. കൂടെ ആരുള്ളതെന്ന് കാണിച്ചേ. കണ്ടാ പൊട്ടനി ലോട്ടറി അടിച്ച പോലെ ഉണ്ടെങ്കിലും ആള് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ നമ്മള് ചെറിയൊരു ഫംഗ്ഷൻ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എനിക്കിപ്പോ 9 മാസമായിട്ടുണ്ട്. കേക്കാണ്ടാണാവോ? അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഇക്ക വന്നിട്ട് 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയ ഒരു സാഹചര്യം നല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പതാ ഒന്ന് ഉഷാറായി വരണുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെല്ലാ വിവരങ്ങളും നമ്മളെ യൂട്യൂബ് വഴി എച്ചിത്തരം പറയാണ്ടിരിക്കും മിസ്റ്റർ. അപ്പൊ ആള് ഭയങ്കര പൊലിവിലാണ്. പക്ഷെ നമ്മള് പാവങ്ങള് വയ്യാണ്ട് ഇങ്ങനെ നടക്കാണ് ഇന്ന് നാളെ പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാട്ടോ. അപ്പൊ ഇന്ന് കൊറേ പരിപാടികളുണ്ട്. ഇന്ന് കൊറേ പരിപാടികളുണ്ട്. നമുക്ക് സെറ്റ് ആക്കണം ഗൈസ്, സെറ്റ് ആക്കണം. അപ്പോൾ ഇക്ക വരുന്ന ദിവസമൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇക്ക വന്ന ശേഷമാണ് ഡിസ്ചാർജ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ട്. നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുന്നംകുളം കൽപ്പകയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ പോയപ്പോൾ നമുക്ക് പറ്റിയ നമ്മൾ ഉദ്ദേശിച്ചൊരു ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവിടെ സാരികളുടെ കളക്ഷൻസും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ ബ്രൈഡൽ കളക്ഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബേബി ഷവറിന് പറ്റിയ ഒരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആടിന്റെ രണ്ടാം ഭാഗമാണ്. അപ്പൊ ഗായ്സ് നമ്മളൊരു ഷോപ്പിൽ കയറി നോക്കി, കുന്നംകുളത്തുള്ള തന്നെയാണ്. പക്ഷെ അതൊന്നും നമുക്ക് നല്ലതൊന്നും കിട്ടിയില്ല. നല്ലത് കിട്ടിയില്ല മീൻസ് നമ്മൾ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഇല്ല. അപ്പൊ നമ്മളിനി വേറെ പോയി നോക്കുകയാണ് കേട്ടാ. ഹൗ ഡു യു ഫീൽ? ഇങ്ങനെ അങ്ങോട്ടും ഇനി പയനല്ലേ പണി. വീട്ടിൽ കുത്തിരുന്നാ പോലെ. അപ്പോൾ ഒരു കടയിൽ കയറി ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമാണ് ഒക്കെ കാണിച്ചത് കേട്ടോ. പിന്നെ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു, മഴയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അടുത്തത് പോയത് ചാവക്കാട്ടേക്കായിരുന്നു. ഫെയറി ടെയിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല അടിപൊളി ഫുൾ ലെങ്ത് ഉള്ള അബായ മോഡൽ ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഏതെടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എടുത്ത ഡ്രസ്സ് നമ്മൾ ഫംഗ്ഷൻ്റെ അന്ന് കാണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വിശക്കുമല്ലോ സ്വാഭാവികം. അപ്പോൾ വിശന്നപ്പോൾ നമ്മൾ നേരെ ചിക്കിങ്ങിൽ കട്ട വെച്ച് പിടിച്ചേക്കണത്. മൂപ്പരാളത് പട്ടിഷോ ഇറക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ചിക്കിങ് കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആകെ പെട്ടുപോയി. കാരണം ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ ഫുഡിന് വെയിറ്റാക്കി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിക്കിങ്ങിൽ വന്നിട്ട് ബ്രോസ്റ്റ് കഴിക്കാണ്ട് പിസ്സ കേട്ടോ കഴിക്കുന്നത് ഗൈസ്. കാരണം കുറേ നാളത്തെ ആഗ്രഹമാണ്, ഇക്ക വരണേക്കാട്ടി മുന്നുള്ള ആഗ്രഹമാണ് പിസ്സ കഴിക്കണമെന്ന്. കാരണം ഞങ്ങളുടെ അവിടെ ഒന്നും ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്കതൊന്നും ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ പോയി തന്നെ കഴിക്കണം. പിന്നെ കുന്നംകുളത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കാരണം. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞ് വീണ്ടും ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ. ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫംഗ്ഷൻ്റെ അന്ന് നമ്മൾ വ്ളോഗ് ഇടും. അപ്പോൾ അതിൽ കാണിക്കാട്ടെ. അപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല ഡ്രസ്സൊന്നും, എടുത്തത് എന്താ മോഡലെന്നൊന്നും കാണിക്കുന്നില്ല. പിന്നെ കുറേ തിരഞ്ഞ് നടക്കാനൊന്നും വയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ കിട്ടിയത് എടുത്തിട്ട് പോന്നിക്കാണ് കേട്ടോ. വല്ലാതെ അന്വേഷിച്ച് പിടിച്ച് നല്ല മോഡൽ അങ്ങനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.